Hello everyone. ഇന്ന് നമ്മൾ ഫിസിക്സിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സാണ് RRB ALP വീഡിയോ സീരീസിൻ്റെ ഭാഗമായിട്ട്. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള സിലബസ് പഠിച്ചു. ഫിസിക്സ് എക്സാമിന് RRBയുടെ എക്സാമിന് വേണ്ട കംപ്ലീറ്റ് സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. അതിൻ്റെ കൂടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററും സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അടുത്തൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇനി മുതൽ നമ്മൾ ഓർഡർലി ടോപ്പിക്കുകൾ കവർ ചെയ്ത് പോകുന്നുണ്ടാവും. ഇന്ന് നമ്മൾ വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പഠിക്കുന്നത്. ഇതുപോലെ ഓർഡറായിട്ട് നമ്മൾ ഓരോ ടോപ്പിക്കുകൾ ഫിസിക്സിൻ്റെ കവർ ചെയ്യും. അതുപോലെ തന്നെ ബാക്കി സബ്ജക്ട്സിൻ്റെ എല്ലാം ക്ലാസ്സസ് നമുക്കുണ്ടാവും. ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളായിട്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് റെഗുലറായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്ലാസ്സസ് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക, റെഗുലറായിട്ട് ഫോളോ ചെയ്യുക. റെഗുലറായിട്ട് ഫ്രീ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫിസിക്സ് രണ്ടാമത്തെ ക്ലാസ്സാണ് വർക്ക് എനർജി ആൻഡ് പവർ എന്നാണ് ഈ ടോപ്പിക്കിൻ്റെ പേര്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ടോപ്പിക്കിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ് മനസ്സിലാക്കി ഇതിനകത്ത് ചില പ്രോബ്ലംസ് വരുന്നുണ്ട്. ആ പ്രോബ്ലംസിൻ്റെ ഏരിയാസ് ഒക്കെ ഡിസ്കസ് ചെയ്തായിരിക്കും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പോകുന്നത്. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? അപ്പോൾ ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞോട്ടെ. നിങ്ങൾ എൻ്റെ ക്ലാസ് ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഇതിന് സെപ്പറേറ്റ് ആയിട്ടൊരു സ്പേസ്, ഒരു ബുക്ക് കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പേപ്പറിൽ നോട്ട്സ് ഉണ്ടാക്കി തന്നെ പോകാൻ ശ്രമിക്കുക. ഈ ക്ലാസ്സസ് നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ബേസിക്സ് ഒക്കെ പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാൻ പ്രോബ്ലംസിൻ്റെ തന്നെ സെഷൻസ് നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്യും. റെയിൽവേ എക്സാംസിനെ സംബന്ധിച്ച് ഫിസിക്സിൽ നിന്ന് വരുന്ന പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം, കുറേ അധികം പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പോകണം എന്നുള്ളവർക്ക് നോട്ട്സ് ഉണ്ടാക്കി തന്നെ പോകും. ക്ലാസ്സിൽ നോട്ട് കീപ്പ് ചെയ്ത് നോട്ട് ഉണ്ടാക്കി തന്നെ പോകാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്ലാസ് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. വർക്ക് എനർജി ആൻഡ് പവർ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ ടോപ്പിക്ക്. അപ്പോൾ ആദ്യം വർക്ക് എന്ന ടേമിൽ നിന്നാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. വർക്ക് മെക്കാനിക്സിൽ അല്ലെങ്കിൽ ഫിസിക്സിൽ എപ്പോഴാണ് ഒരു വർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റുന്നത്? വർക്ക് ചെയ്തത് എപ്പോഴാണ്? വർക്ക് എന്ന് പറയുന്ന ടേം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെന്ന് ആദ്യം നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ വർക്ക് എന്ന് പറയുന്ന ടേം ഡിഫൈൻ ചെയ്യുകയാണ്. അപ്പോൾ വർക്ക് എന്താണ് ഡിഫൈൻ ചെയ്യപ്പെടുന്നത്? വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ ബൈ എ ഫോഴ്സ് വെൻ ദ ഫോഴ്സ് പ്രൊഡ്യൂസസ് എ ഡിസ്പ്ലേസ്മെന്റ് ഇൻ ദ ബോഡി ഓൺ വിച്ച് ഇറ്റ് ആക്ട്സ് ഇൻ എനി ഡയറക്ഷൻ എക്സെപ്റ്റ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഇത് കേട്ടിട്ട് ആരും പേടിക്കണ്ട. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ഫോഴ്സ് ഉപയോഗിച്ച്, ഒരു ഫോഴ്സ് എന്താണെന്ന് ജസ്റ്റ് ഒരു ഐഡിയ എങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവും. ഒരു ഫോഴ്സ് ഉപയോഗിച്ച് ഒരു ഒബ്ജക്റ്റിനെ, ഇതൊരു ഒബ്ജക്റ്റ് ആണെന്ന് കരുതുക, ഒരു ഫോഴ്സ് ഉപയോഗിച്ച് ഒരു ഒബ്ജക്റ്റിനെ കുറച്ച് സ്പേസിൽ ഡിസ്പ്ലേസ് ചെയ്യുകയാണെങ്കിൽ, ഒരു ഡിസ്റ്റൻസിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ വർക്ക് നടന്നു എന്ന് പറയും. സിമ്പിൾ ഡെഫിനിഷനാണ് പറയുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് വളരെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ഡെഫിനിഷനാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഫോഴ്സ് ഉപയോഗിച്ച് ഒരു ഒബ്ജക്റ്റിനെ ഒരു ഡിസ്റ്റൻസിൽ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വർക്ക്, അല്ലെങ്കിൽ അവിടെ വർക്ക് നടന്നു എന്ന് പറയാം. അപ്പോൾ ഒരു ഒബ്ജക്റ്റ്, ഒരു എന്തൊരു ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, ഒരു പാറ ആയിക്കോട്ടെ, ഒരു ബ്രിക്ക് ആയിക്കോട്ടെ, ഒരു ബ്രിക്കിനെ ഒരു ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഡിസ്റ്റൻസിൽ ഡിസ്പ്ലേസ് ചെയ്ത് മാറ്റുമ്പോൾ അവിടെ വർക്ക് നടന്നു എന്ന് പറയാം. അപ്പോൾ ഒരു ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഒബ്ജക്റ്റിനെ ഒരു ഡിസ്റ്റൻസിലേക്ക് ഡിസ്പ്ലേസ് ചെയ്യുന്നു. ഇവിടെ കാണാം നിങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസിൽ, ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസിൽ ഈ ഒബ്ജക്റ്റ് ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇവിടെ വർക്ക് നടന്നു എന്ന് നമ്മൾ പറയുന്നു. ഇവിടെ വർക്ക് നടന്നു. അപ്പോൾ അവിടെ രണ്ട് ടേംസ് ആണ്, ഫോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റും ഉണ്ട്. ഒരു ഒബ്ജക്റ്റിന് ഡിസ്പ്ലേസ്മെന്റും ഉണ്ട്. ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ വർക്കിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ വർക്കിന്റെ ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ, വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ക്രോസ് പ്രോഡക്റ്റ് അല്ല, ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയും. അതായത് ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ്. ഇത് കുറേയും കൂടെ ക്ലിയർ ആയിട്ട്, ഡോട്ട് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു ഒരു കോസ് തീറ്റയും കൂടെ വരും. ഇതാണ് ആക്ച്വൽ ഇക്വേഷൻ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് മാത്രമേ പലപ്പോഴും നമ്മൾ പറയാറുള്ളൂ. പക്ഷേ വർക്കിന്റെ ആക്ച്വൽ ഇക്വേഷൻ ചോദിച്ചാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു കോസ് തീറ്റ, ഒരു ആംഗിളും കൂടെ നമ്മൾ പറയണം. എന്താണ് ഈ ആംഗിൾ എന്ന് ചോദിച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന്റെയും ഒബ്ജക്റ്റിനുണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റിന്റെയും ഇടയിൽ വരുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ഈ ഒരു ഫിഗർ അനുസരിച്ചിട്ട് ഇവിടെ ഒരു തീറ്റ ആംഗിൾ ഉണ്ട്, അപ്പോൾ ആ ആംഗിളിന് ഒരു വാല്യൂ ഉണ്ട്. പക്ഷേ ഒരു നോർമൽ കണ്ടീഷൻ എടുത്ത് നോക്കിയേ. ഒരു നോർമൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ്, ഈ ഒബ്ജക്റ്റിന് ഞാൻ ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഒബ്ജക്റ്റിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ഈ ഡയറക്ഷനിൽ, അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്ത അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഒബ്ജക്റ്റിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഫോഴ്സിന്റെ ഡയറക്ഷനും
ഇവിടെ ഫോഴ്സിന്റെ ഡയറക്ഷനും ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനും ഒരേ ഡയറക്ഷൻ തന്നെ ആയതുകൊണ്ട് ഇവിടുത്തെ ആംഗിൾ 0 ആണ്. ഇവിടുത്തെ ആംഗിൾ 0 ആണ്. ഈ ഒരു കേസിൽ, ഞാൻ ഇവിടെ പറഞ്ഞ കേസിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഒബ്ജക്റ്റ് മൂവ് ചെയ്തത്, ഡിസ്പ്ലേസ് ചെയ്തത്. അതുകൊണ്ട് ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഇടയിൽ വരുന്ന ആംഗിൾ ഇവിടെ 0 ഡിഗ്രി ആണ്. കോസ് 0യുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. കോസ് 0യുടെ വാല്യൂ 1 ആണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ കോസ് 0 1 ആയതുകൊണ്ട് നമ്മൾ ഇത് കൺസിഡർ ചെയ്യാതെ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് വർക്ക് ഡൺ എന്ന് മാത്രം പറയുന്നത്. അപ്പൊ നമ്മൾ മെക്കാനിക്സ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഫിസിക്സ് പഠിക്കുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു കോസ് തീറ്റ എന്ന് തന്നെ ഓർത്ത് വെച്ചോളുക. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു കോസ് തീറ്റ അല്ലെങ്കിൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് വർക്ക് ഡൺ. അപ്പൊ ആ ഒരു ഇക്വേഷൻ നമ്മൾ ക്ലിയർലി നോട്ട് ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ ഓർക്കുക, വർക്ക് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. വർക്ക് ഡൺ എന്ന് പറയുന്ന ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണെന്ന് ഓർക്കുക. സ്കേലാർ എന്ന് വെച്ചാൽ അതിന് ഡയറക്ഷൻ ഇല്ല. ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസിനെയാണ് സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഡയറക്ഷൻ ഉള്ള ക്വാണ്ടിറ്റീസിനെ വെക്റ്റർ ക്വാണ്ടിറ്റി എന്നും പറയുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് ഉപയോഗിച്ച് ഒരു ഒബ്ജക്റ്റിനെ ഒരു ഡയറക്ഷനിൽ ഡിസ്പ്ലേസ് ചെയ്താലാണെന്നൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ചിലപ്പം ആ വർക്കിന് ഡയറക്ഷൻ ഉണ്ടല്ലോ എന്ന് ചിന്തിക്കും. പക്ഷേ വർക്കിന് ഡയറക്ഷൻ ഇല്ല. വർക്ക് ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റിന് അതിന് ഡയറക്ഷൻ ഇല്ല. ഇനി എന്താണ് വർക്കിന്റെ യൂണിറ്റ്? വർക്ക് ഡണ്ണിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് പറയാൻ പറ്റുന്നത്? ജൂള് അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ. ന്യൂട്ടൺ മീറ്ററിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജൂള് എന്ന് വിളിക്കുന്നത്. ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ. അപ്പോൾ SI യൂണിറ്റ് ഓഫ് വർക്കിന്റെ SI യൂണിറ്റ് ചോദിച്ചാൽ അത് ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ ജൂൾ. അപ്പൊ എന്താണ് വർക്ക് എന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് ക്ലിയർ ആവും എന്ന് കരുതുന്നു. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്തും കൂടെ വെച്ച് പോകുക. അപ്പോൾ വർക്ക് ഡൺ എന്താണ്, ബേസിക്കലി എന്താണ് വർക്ക് ഡൺ എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ള കാര്യം, ഈ വർക്ക് ഡണ്ണിന്റെ പല പല കണ്ടീഷൻസ് പഠിക്കാനുണ്ട്. അതായത് പല പല കണ്ടീഷൻസ്, അതായത് ഈ ആംഗിൾ മാറുന്നതിനനുസരിച്ച് വരുന്ന പല പല കണ്ടീഷൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവിടെ നിന്ന് ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാ കണ്ടീഷൻസ് പറയാൻ പോകുന്നതെന്ന് ജസ്റ്റ് നിങ്ങളോടൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റ് ഒരു സർഫസിൽ ഇരിക്കുകയാണ്. ഇതൊരു സർഫസിൽ ഇരിക്കുകയാണ്. മനസ്സിലായോ? അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എഫ് എന്ന് പറയുന്നൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ മൂവ് ചെയ്തു. ഇത്രയും ഡിസ്റ്റൻസ്, ഇത്രയും ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ഒബ്ജക്റ്റിനുണ്ടായി. അത് പുതിയ പൊസിഷനായ ഇവിടെ വന്നങ്ങിരുന്നു. ഇതാണ് ഒബ്ജക്റ്റിനെ സംബന്ധിച്ച് സംഭവിച്ചൊരു കാര്യം. അപ്പോൾ ഒബ്ജക്റ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്തു, ഡിസ്പ്ലേസ്മെന്റ്, ഇതിന് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. ആ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഞാൻ എഴുതിയത്. ഈ ഒരു കേസിൽ ഇവിടുത്തെ തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? തീറ്റ എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ 0 ആണ് അല്ലേ? 0 ഡിഗ്രിയാണ്. കാരണം ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത്. ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായത്. സോ തീറ്റയുടെ വാല്യൂ 0 ഡിഗ്രിയാണ്. ഇതൊരു കേസ്. അപ്പോൾ തീറ്റ 0 ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഇതുപോലെ ഫോഴ്സിന്റെയും, ഇത് ഫോഴ്സിന്റെ ഡയറക്ഷൻ, ഇത് അതിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ചിലപ്പം വെർട്ടിക്കലിലായിരിക്കും. ഫോഴ്സ് അപ്ലൈ ചെയ്ത് അങ്ങോട്ടും ഡിസ്പ്ലേസ്മെന്റ് വെർട്ടിക്കലിലായിരിക്കും. അല്ലെങ്കിൽ ഫോഴ്സ് നമ്മൾ മുകളിലോട്ടായിരിക്കും അപ്ലൈ ചെയ്തത്, ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടായിരിക്കും വന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി. ഇത് അടുത്തൊരു കണ്ടീഷനായിട്ട് പറയാം. ഇത് സെക്കൻഡ് കണ്ടീഷനായിട്ട് പറയാം. ഇനിയും വേണമെങ്കിൽ അടുത്തൊരു കണ്ടീഷൻ വരാം. എന്തായിരിക്കും? ഫോഴ്സ് അപ്ലൈ ചെയ്തത് ഇങ്ങോട്ടാണ്. ഞാൻ ഫോഴ്സ് ഇങ്ങോട്ട് അപ്ലൈ ചെയ്തു, പക്ഷേ ഒബ്ജക്റ്റിന്റെ ഡിസ്പ്ലേസ്മെന്റ് നടന്ന അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അങ്ങനെയും സംഭവിക്കാം. അങ്ങനെ സംഭവിക്കാൻ പറ്റുമോ? ഫോഴ്സ് അങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പം ഒബ്ജക്റ്റ് ഇങ്ങോട്ട് വന്നു. എക്സാമ്പിൾ പറഞ്ഞാൽ ഇങ്ങനെ ഒരു പുള്ളി, ഇതൊരു പുള്ളിയാണ്. നമ്മൾ കയറൊക്കെ കെട്ടില്ലേ, ആ പുള്ളിയിലൂടെ ഒരു കയറിട്ട് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് കെട്ടിവെച്ചു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ഈ പുള്ളിയിൽ ഇങ്ങോട്ട് വലിക്കുന്നു. ഇങ്ങോട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പം ഒബ്ജക്റ്റ് പോകുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ അല്ലേ? അപ്പോൾ ഈ ഒബ്ജക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ നടക്കുന്ന ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതായത് തീറ്റയുടെ വാല്യൂ 180 ഡിഗ്രിയാണ്, 180 ഡിഗ്രിയാണ്. ഇങ്ങനെ പല പല കണ്ടീഷൻസ് ഉണ്ടാവാം തീറ്റയ്ക്ക്. അതായത് ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് പല ആംഗിൾസ് ഉണ്ടാവാം. അപ്പോൾ അതനുസരിച്ച് പല കണ്ടീഷൻസ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതാണ് ഞാൻ ഡിഫറെന്റ് കേസസ് കൊണ്ട് ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ ഡിഫറെന്റ് കേസസ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ശ്രദ്ധിച്ചോളാം, ഇവിടെ നിന്നൊക്കെ പ്രോബ്ലംസ് നമ്മൾ കാണാറുണ്ട്.
അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയട്ടെ, റെയിൽവേ ALP ടെക്നീഷ്യൻ ബാച്ചിൻ്റെ കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ക്ലാരിറ്റി ഉണ്ടാക്കാനാണ് ദിശ അക്കാഡമിയുടെ റെയിൽവേ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ടെക്നീഷ്യൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കോഴ്സ് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. ദിശ ഓൺലൈൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലും അതുപോലെ dishaonline.co.in എന്ന് പറയുന്ന വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് അറിയാം, പൊളിറ്റി എടുക്കുന്നത് ഗീതു മിസ് ആണ്, അതുപോലെ ശ്രീരാഗ് സാർ ഹിസ്റ്ററി ജോഗ്രഫി, ഞാൻ ഫിസിക്സ് കെമിസ്ട്രി സബ്ജക്ട്സ് ഞാനായിരിക്കും എടുക്കുന്നത്, അതുപോലെ ബിബു സാറും ഉണ്ടാവും. പിന്നെ അതുപോലെ നിത്യ മിസ് ആയിരിക്കും സ്റ്റാറ്റിക് GK അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ് എടുക്കുന്നത്. ഗ്രീഷ്മ മിസ് ആണ് നമുക്ക് മാത്സ് ALPയുടെ കോഴ്സിന് വേണ്ടി എടുക്കുന്നത്. അതുപോലെ ഡെന്നി സാറും ശരത് സാറുമാണ് റീസണിങ് ടോപ്പിക്കുകൾ എടുക്കുന്നത്. ബയോളജിയുടെ ക്ലാസ് എടുക്കുന്നത് അർച്ചന മിസ് ആണ്. ഇങ്ങനെ ഒരു കൂട്ടം ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് RRB ALP ടെക്നീഷ്യൻ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യുന്നതാണ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ആപ്പിൽ ക്ലാസ് ഇൻട്രൊഡക്ഷൻ ക്ലാസ് മാത്രമേ ആയിട്ടുള്ളൂ. ക്ലാസ്സുകൾ വരുന്ന ദിവസം മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കോഴ്സ് നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഓർഡർലി ഒരു ടോപ്പിക്ക് പഠിക്കണം എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ ഈ കോഴ്സിൽ എൻറോൾ ചെയ്യാം. അല്ലാത്തവർക്ക് യൂട്യൂബിൽ റെഗുലറായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സസും ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദിശ ഓൺലൈൻ ആപ്പിൻ്റെ കാര്യം ഓർക്കുക, താല്പര്യമുള്ളവർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് ലൈവായിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ മോക്ക് എക്സാംസ്, റെയിൽവേയുടെ കംപ്ലീറ്റ് സെറ്റ്, ഓരോ എക്സാമിനും സ്പെസിഫൈഡ് ആയിട്ടുള്ള മോക്ക് എക്സാംസ്, സെക്ഷണൽ ടെസ്റ്റുകളെല്ലാം അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ അതിലുള്ള ട്രയൽ കോഴ്സസ് അല്ലെങ്കിൽ ട്രയൽ ആയിട്ടുള്ള മോക്ക് എക്സാംസ് ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ സ്പെഷ്യൽ കേസസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. സ്പെഷ്യൽ കേസസ്, അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തീറ്റയുടെ വാല്യൂ 0 ഡിഗ്രി ആകുമ്പോൾ, തീറ്റയുടെ വാല്യൂ 0 ഡിഗ്രി ആകുമ്പോൾ ഇക്വേഷൻ എന്ത് വരും? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു കോസ് 0. അതായത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് വരും. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, ഇത് ഒന്നാമത്തെ കണ്ടീഷൻ, നോർമൽ കണ്ടീഷനാണ്, നമ്മൾ നോക്കുന്ന നോർമൽ കണ്ടീഷനാണ്. ഇനി കേസ് 1 എന്ന് പറഞ്ഞ് ഞാൻ പറയുന്ന അടുത്ത കണ്ടീഷൻ, കേസ് 1 എന്ന് പറഞ്ഞ് ഇവിടെ പറയുന്ന കണ്ടീഷൻ, തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആകുമ്പോൾ, തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആകുമ്പോൾ. അപ്പോൾ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആകുമ്പോൾ എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒബ്ജക്റ്റ് ഇങ്ങനെ ഇരിക്കുന്നു, ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്തത് മുകളിലേക്കാണ്, ഒബ്ജക്റ്റ് ഡിസ്പ്ലേസ് ചെയ്തത് ഇങ്ങോട്ടാണ്, ഈ ഡയറക്ഷനിലാണ്. ഫോഴ്സ് അപ്ലൈ ചെയ്ത മുകളിലോട്ടും ഒബ്ജക്റ്റ് ഡിസ്പ്ലേസ്ഡ് ആയത് ഇങ്ങോട്ടും, ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങോട്ടും നടന്നത്. അങ്ങനെ ഒരു കണ്ടീഷൻ പോസിബിൾ ആണോ? ആണോ? നമുക്ക് എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. ഒരു ഇവിടെ പറയുന്നു, എ മാൻ ക്യാരിയിങ് എ ലോഡ് ഓൺ ഹിസ് ഹെഡ്. ഞാൻ തലയിൽ ഒരു വലിയ ഒബ്ജക്റ്റ് എടുത്ത് വെച്ചു. തലയിൽ വലിയൊരു ഒബ്ജക്റ്റ് എടുത്ത് മുകളിലേക്ക് ഫോഴ്സ് കൊടുത്താലല്ലേ നിൽക്കൂ. ഇത് തലയിൽ വെച്ചുകൊണ്ട് ഞാൻ ഒരു 2 മീറ്റർ നടന്നു. അപ്പം ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നത് എങ്ങോട്ടാ? ഡിസ്പ്ലേസ്മെന്റ് ഈ ഡയറക്ഷനിലാണ്. എന്നെ സംബന്ധിച്ച് ഈ ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെന്റ് എടുക്കുന്നത്, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് മുകളിലോട്ട്. അപ്പോൾ ഈ കണ്ടീഷൻ അല്ലേ, ഫോഴ്സ് മുകളിലേക്കാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്, ഡിസ്പ്ലേസ്മെന്റ് നേരെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുന്ന ആംഗിൾ 90 ഡിഗ്രി. ഇപ്പോൾ ഒരു കേസ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അങ്ങനെയുള്ള സമയത്തെ വർക്ക് ഡൺ എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ തീറ്റയുടെ വാല്യൂ ഈ കേസിൽ എന്താണ്? 90 ഡിഗ്രിയാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വരുന്നത് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു കോസ് 90. കോസ് 90യുടെ വാല്യൂ എത്രയാണ്? കോസ് 1 ആണെന്ന് പറഞ്ഞു. കോസ് 90യുടെ വാല്യൂ 0 ആണ്. കോസ് 90യുടെ വാല്യൂ 0 ആണ്. സോ ഇവിടുത്തെ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 0. ഇങ്ങനെ തന്നെ ചോദ്യം ചോദിക്കാറുണ്ട്. അതായത് ഒരു പോട്ടർ അയാളുടെ തലയിൽ ഒരു ഒബ്ജക്റ്റ് 50 കിലോഗ്രാം ഉള്ള ഒരു ഒബ്ജക്റ്റ് തലയിൽ വെച്ചുകൊണ്ട് 5 മീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ 500 മീറ്റർ നടന്നു. എങ്കിൽ അയാൾ ചെയ്ത വർക്ക് ഡൺ എത്രയാണെന്ന് ചോദ്യം ചോദിക്കാറുണ്ട്. അവിടുത്തെ വർക്ക് ഡൺ എത്രയാണ്? 0. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പോട്ടർ അയാളുടെ തലയിൽ, നിങ്ങൾ ആക്ച്വലി യഥാർത്ഥത്തിൽ ഒരു പോട്ടർക്ക് നിങ്ങൾ ജോലി ചെയ്യാൻ നേരത്തെ അയാളുടെ അടുത്ത് വെയിറ്റ് വെച്ചിട്ട് തലയിൽ വെച്ചിട്ട് 1 കിലോമീറ്റർ നടന്ന് ലോഡ് കൊണ്ട് വെച്ചിട്ട് നിങ്ങൾ വർക്ക് ഡൺ ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ആക്ച്വൽ കേസിൽ നമ്മൾ വർക്ക് ചെയ്തു, വർക്ക് ഡൺ ആണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഫിസിക്സിൽ വർക്കിനെ ഡിഫൈൻ ചെയ്യുന്ന അനുസരിച്ചിട്ട് ഇവിടുത്തെ വർക്ക് ഡൺ 0 ആണ്. കാരണം ഇവിടുത്തെ ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഇടയിൽ വരുന്ന ഡയറക്ഷൻ 90 ഡിഗ്രിയാണ്. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 0. ഇവിടെ പറയുന്നത് ശ്രദ്ധിച്ചേ, വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഈസ് 0 ഇഫ് ദ ബോഡി ഈസ് ഡിസ്പ്ലേസ്ഡ് ഇൻ എ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഫോഴ്സിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലാണ് ഒബ്ജക്റ്റിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഇവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അപ്പോൾ ഈ എക്സാമ്പിൾ കൂടി ഒന്ന് നോട്ട് ചെയ്തോളുക. ഇത് കേസ് 1 ആണ് നമ്മളിവിടെ പറഞ്ഞത്, കേസ് 1. ഇനി കേസ് 2 പറയുന്നു, രണ്ടാമത്തെ ഒരു കേസ് പറയുന്നു. അതായത് എന്താണ് പറയുന്നത് വെച്ചാൽ വെൻ എസ് ഇസ് ഈക്വൽ ടു 0. എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. എസ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് 0 ആയാൽ എന്ത് സംഭവിക്കും? ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിൽ വർക്കില്ല,
ഡിസ്പ്ലേസ്മെന്റ് 0 ആണെങ്കിൽ വർക്കില്ല. ഒരാൾ തലയിൽ ഒബ്ജക്റ്റ് വെച്ചു, ഫോഴ്സ് അദ്ദേഹം അപ്ലൈ ചെയ്യുന്നുണ്ട്, ഇയാൾ നടക്കുന്നില്ല, മൂവ് ചെയ്യുന്നില്ല, അനങ്ങുന്നില്ല, അല്ലെങ്കിൽ മുകളിലേക്ക് പൊക്കുന്നില്ല. മുകളിലേക്ക് പൊക്കിയാൽ അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് അല്ലേ, മുകളിലേക്ക് പൊക്കിയാൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. പക്ഷെ അത് അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ എന്താണ് അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണ്. ഡിസ്പ്ലേസ്മെന്റ് ഇല്ലെങ്കിലും അപ്പോൾ വർക്ക് ഡൺ എന്താവും? 0 ആവും. അപ്പോൾ വർക്ക് ഡൺ 0 ആവാനുള്ള ഒരു കണ്ടീഷൻ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു, അതായത് ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് 90 ഡിഗ്രി ആവണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താവണം? 0 ആവണം. അങ്ങനെയാണെങ്കിലും വർക്ക് ഡൺ 0 ആവും. ഇവിടെ എഴുതിയിരിക്കുന്ന ശ്രദ്ധിച്ചേ, വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഇസ് 0 ഇഫ് ദ ബോഡി സഫേഴ്സ് നോ ഡിസ്പ്ലേസ്മെന്റ് ഓൺ ദ ആപ്ലിക്കേഷൻ ഓഫ് എ ഫോഴ്സ്. ഇനിയും ഇവിടെ പറയുന്നത് എക്സാമ്പിൾ നോക്കാം. എ മാൻ ക്യാരിയിങ് എ ലോഡ് ഓൺ ഹിസ് ഹെഡ് ആൻഡ് സ്റ്റാൻഡിങ് അറ്റ് എ ഗിവൺ പ്ലേസ് ഡസ് നോ വർക്ക്. അപ്പോൾ ഒരാൾ തലയിൽ വെയിറ്റ് വെച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് തന്നെ വെറുതെ നിൽക്കുന്നു, അങ്ങനെയാണെങ്കിൽ അയാളുടെ വർക്ക് ഡൺ 0 ആണ് നമ്മുടെ മെക്കാനിക്സ് അനുസരിച്ചിട്ട്. പക്ഷെ നമ്മൾ പറയും ഒരാൾ വർക്ക് ചെയ്തു എന്നല്ലേ പറയുള്ളൂ. ഇത്രയും വെയിറ്റ് താങ്ങിക്കൊണ്ട് ഒരാൾ നിൽക്കുമ്പോൾ അയാൾ വർക്ക് ചെയ്തു എന്നായിരിക്കും പറയുന്നത്. പക്ഷേ ഇവിടെ മെക്കാനിക്സിൽ അല്ലെങ്കിൽ ഫിസിക്സിൽ വർക്ക് ഡൺ 0 ആണ്. അല്ലെങ്കിൽ അടുത്തൊരു എക്സാമ്പിൾ പറയാം. ഇത് വലിയൊരു ഭിത്തിയാണെന്ന് കരുതുക, ഒരു ഭിത്തി ഇയാൾ ഈ ഭിത്തിയിലേക്ക് വലിയൊരു ഫോഴ്സ് 100 ന്യൂട്ടൺ വളരെ വലിയൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ് ഒരു ഭിത്തിയിലേക്ക്. ഭയങ്കര വലിയൊരു ഭിത്തിയാണ്, വലിയൊരു ബിൽഡിങ്ങിന്റെ ഭാഗമായ ഒരു ഭിത്തിയാണ്, നല്ല ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. പക്ഷെ ഭിത്തി അനങ്ങുന്നുണ്ടോ? ഇല്ല, ഭിത്തി അനങ്ങുന്നില്ല. ഇദ്ദേഹം ഫോഴ്സ് അപ്ലൈ ചെയ്ത് തളർന്നു. അങ്ങനെ തളർന്നിരിക്കുന്ന അയാളോട് നമ്മൾ പറയുകയാണെന്ത്? ഇയാൾ വർക്ക് ചെയ്തിട്ടില്ല, നോ വർക്ക് ഇസ് ഡൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അവിടെ ശരിയല്ല. പക്ഷേ നമ്മുടെ ഫിസിക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല, അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു 0. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 0. ക്ലിയർ ആയോ? അപ്പൊ രണ്ടാമത്തെ കേസാണ് നമ്മൾ പറഞ്ഞത്. ഡിസ്പ്ലേസ്മെന്റ് 0 ആവുമ്പോൾ എന്താവും? വർക്ക് ഡണ്ണും 0 ആവും. കേസ് 3, മൂന്നാമത്തെ കേസ് പറയുന്നത് തീറ്റ 0യ്ക്കും 90ക്കും ഇടയിലാകുമ്പോൾ, തീറ്റയുടെ വാല്യൂ 0യ്ക്കും 90ക്കും ഇടയിലാവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ചോദ്യം. അതായത് നമ്മൾ നേരത്തെ തീറ്റ പറഞ്ഞു, അതുപോലെ തന്നെ തീറ്റ 0 ആവുമ്പോഴുള്ള കേസ് പറഞ്ഞു, 90 ആവുമ്പോഴുള്ള കേസും പറഞ്ഞു. അപ്പോൾ ഇവിടെ പറയുന്നത് കോസ് തീറ്റ ആ സമയത്ത് എന്തായിരിക്കും? 0യ്ക്കും 90ക്കും ഇടയിലാവുമ്പം 0 ആവുമ്പം അവിടെ വാല്യൂ 1 ആണ്. അതായത് കോസ് 0യുടെ വാല്യൂ 1 ആണ് അല്ലെ, കോസ് 0യുടെ വാല്യൂ 1 ആണ്. കോസ് 90യുടെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ ഈ തീറ്റയുടെ വാല്യൂ 0യ്ക്കും 90ക്കും ഇടയിലാവുമ്പോൾ 1നും 0യ്ക്കും ഇടയിലുള്ള വാല്യൂ, അതായത് 1ൽ നിന്ന് കുറഞ്ഞു വന്ന് വാല്യൂ 0 ആവും. 1ൽ നിന്ന് കുറഞ്ഞു വന്ന് 0 ആവും. അപ്പം 0യ്ക്കും 1നും ഇടയിൽ വരുന്നൊരു വാല്യൂ ആയിരിക്കും കോസ് തീറ്റയ്ക്ക് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ 0യ്ക്കും 1നും ഇടയിൽ വരുന്നൊരു വാല്യൂ ആയിരിക്കും എന്തില്? ഈ പറയുന്ന കണ്ടീഷനിൽ തീറ്റയുടെ വാല്യൂ 0യ്ക്കും 90ക്കും ഇടയിൽ ഇരിക്കുമ്പോൾ കോസ് തീറ്റയുടെ വാല്യൂ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും. പോസിറ്റീവ്, നെഗറ്റീവ് വാല്യൂ ആവത്തില്ല, പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് W എന്തായിരിക്കും എന്ന് പറഞ്ഞ് പോസിറ്റീവ് ആയിട്ടൊരു വാല്യൂ തന്നെ ഉണ്ടാവും, പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂ തന്നെ ഉണ്ടാവും എന്നാണ് ഇവിടെ പറയുന്നത്. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചേ, വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഇസ് സെഡ് ടു ബി പോസിറ്റീവ് ഇഫ് ദ അപ്ലൈഡ് ഫോഴ്സ് ഹാസ് എ കമ്പോണന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഡിസ്പ്ലേസ്മെന്റ്. എന്താണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഇവിടെ ഉദ്ദേശിച്ചതെന്ന്? അതായത് ഇവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ കൂടാതെ ഒബ്ജക്റ്റ് ഡിസ്പ്ലേസ്ഡ് ആവുന്നത് ഈ ഡയറക്ഷനിൽ, ഇത് തറയിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് ആണെന്ന് കരുതിയാൽ ഇങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുന്നത്. അപ്പം ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷൻ ഇങ്ങനെയാണെന്ന്, ഇതാണ് ഫോഴ്സ് അപ്ലൈ ചെയ്ത ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ കമ്പോണന്റ് എന്ന് ഉദ്ദേശിച്ചത്, അപ്പോൾ ഈ ഫോഴ്സിന് 2 കമ്പോണൻസ് ഉണ്ട്. ഈ ഫോഴ്സിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇങ്ങനെ എക്സ് എന്ന് പറയുന്ന ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റും. അപ്പോൾ ഈ ഡയറക്ഷനിൽ, ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിൽ ഫോഴ്സിന് ഇവിടെ ഒരു കമ്പോണന്റ് ഉണ്ട്. ഈ ഫോഴ്സിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിൽ ഫോഴ്സിന് ഇവിടെ ഒരു കമ്പോണന്റ് ഉണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഫോഴ്സിന് ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിൽ ഒരു കമ്പോണന്റ് ഉണ്ടായത് കൊണ്ട് ഇവിടുത്തെ വർക്ക് ഡൺ പോസിറ്റീവ് ആണ്. മനസ്സിലായോ? അപ്പോൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഫോഴ്സിന്റെ ഒരു കമ്പോണന്റ് ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിൽ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് പോസിറ്റീവ് വർക്ക് എന്ന് പറയാം. അതേസമയം ഇവിടെ ഇങ്ങനെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ കമ്പോണന്റ് ഒന്ന് ഇങ്ങോട്ടും ആയിരിക്കും. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിൽ കമ്പോണന്റ് ഇവിടെ ഇല്ല. ക്ലിയർ ആയോ? ഡിസ്പ്ലേസ്മെന്റ് ഡയറക്ഷനിൽ കമ്പോണന്റ് ഇവിടെ ഇല്ല. അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടുത്തെ വർക്ക് ഡൺ, ഇവിടുത്തെ ഈ കേസിലാണെങ്കിൽ വർക്ക് ഡൺ പോസിറ്റീവ് അല്ല. പകരം ആദ്യം പറഞ്ഞ കേസിലാണെങ്കിൽ വർക്ക് ഡൺ പോസിറ്റീവ് ആണ്. ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിൽ ഫോഴ്സിന് ഒരു കമ്പോണന്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? വർക്ക് ഡൺ പോസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റും.
വർക്ക് ഡൺ പോസിറ്റീവ് ആണെന്ന് പറയാൻ പറ്റും. എക്സാമ്പിൾ നോക്കിയേ, വെൻ എ ഹോഴ്സ് പുൾസ് എ കാർട്ട് ദ അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ആർ ഇൻ ദ സെയിം ഡയറക്ഷൻ. അല്ലേ, ഒരു കാർട്ട് എന്ന് പറയുന്നത് ഒരു കാളവണ്ടി, ഒരു കാള അല്ലെങ്കിൽ കുതിര പുള്ളി ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷനിൽ അവിടെ അപ്ലൈഡ് ഫോഴ്സ് ഉണ്ടല്ലോ അല്ലേ, ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന അതേ ഡയറക്ഷനിലാണ് ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, ആ കുതിര ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ കമ്പോണന്റ് ഉണ്ട് അവിടെ, അതുകൊണ്ട് പോസിറ്റീവ് വർക്കാണുള്ളത്. അപ്പൊ കേസ് 3 ആണ് നമ്മൾ പറഞ്ഞത്. പോസിറ്റീവ് വർക്ക് നടക്കുന്നത് എപ്പോൾ എന്നുള്ളതാണ് കേസ് 3 നമ്മൾ പറഞ്ഞത്. ഓക്കെ ആണോ? ഇനിയും കേസ് 4 ശ്രദ്ധിച്ചേ. കേസ് 4 ഇനിയും തീറ്റയുടെ ആംഗിൾ 90-നും അതുപോലെ തന്നെ 180-നും ഇടയിലാകുമ്പോൾ, 90-നും 180 ഡിഗ്രിക്കും ഇടയിലാകുമ്പോൾ എന്താവും? കോസ് തീറ്റയുടെ വാല്യൂ നെഗറ്റീവ് ആവും. അപ്പൊ എപ്പോഴാണ് നെഗറ്റീവ് വർക്ക് നടക്കുന്നത്? അപ്പൊ ഇവിടുത്തെ വർക്ക് എന്താണ്? നെഗറ്റീവ് ആണ്, വർക്ക് ഡൺ നെഗറ്റീവ് ആണ്. അപ്പൊ നെഗറ്റീവ് വർക്ക് വരുന്നത് എപ്പോഴാണെന്നാണ് അടുത്ത ചോദ്യത്തിൽ പറയുന്നത്. തീറ്റയുടെ വാല്യൂ 90-നും 180-നും ഇടയിലാവുമ്പോൾ. അതിന് കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞു. എന്താ കാരണം പറഞ്ഞത്? കാരണം കോസ് തീറ്റയുടെ വാല്യൂ 90-നും 180-നും ഇടയിൽ തീറ്റ വരുമ്പോൾ കോസ് തീറ്റയുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ മാത്സ് നിങ്ങൾക്ക് ക്വാഡ്രൻസ് വെച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടാവും. ASTC എന്ന് പറയുന്ന ഒരു റൂളൊക്കെ വെച്ചിട്ട് പഠിച്ചിട്ടുണ്ടാവും. അതായത് ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്, തേർഡ് ക്വാഡ്രന്റ് എന്നൊക്കെ പറഞ്ഞ് ഓരോ ക്വാഡ്രന്റിലും എന്തിന്റെ വാല്യൂ, സൈന്, കോസ്, ടാൻ ഇതിന്റെയൊക്കെ വാല്യൂസ് പോസിറ്റീവ് ആവുന്നതും നെഗറ്റീവ് ആവുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുന്നത്. ഇവിടെ കോസ് തീറ്റയ്ക്ക് നെഗറ്റീവ് വാല്യൂ വരുന്നത് 90-ക്കും 180-ക്കും ഇടയിൽ, ആ ഒരു ക്വാഡ്രന്റിലാണ്. സോ ഇവിടെ തീറ്റയുടെ വാല്യൂ 90-നും 180-നും ഇടയിൽ വരുമ്പോൾ എന്താണ്? വർക്ക് ഡൺ നെഗറ്റീവ് ആണ്, നെഗറ്റീവ് വർക്കാണ്. ക്ലിയർ ആണോ? ഇവിടെയാണ് നെഗറ്റീവ് വർക്കിന്റെ കൺസെപ്റ്റ് വരുന്നത്. അപ്പൊ നെഗറ്റീവ് വർക്കിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ 90 ഇല്ല, 90 കഴിഞ്ഞ്, 90 ആകുമ്പോൾ വർക്ക് ഡൺ 0 ആണ്. 90 കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ 90-നും 180 വരെയുള്ള ആംഗിൾസിലും വർക്ക് ഡൺ നെഗറ്റീവ് ആണ്. അതേസമയം കോസ് 180യുടെ വാല്യൂ എത്രയാണെന്ന് അറിയാമോ? -1. കോസ് 180യുടെ വാല്യൂ -1 ആണ്. അവിടെ എക്സാക്ട്ലി നെഗറ്റീവ് വർക്ക് തന്നെയാണ് നടക്കുന്നത്. ഇനി ഇവിടെ പറയുന്ന ശ്രദ്ധിച്ചേ, വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഇസ് സെഡ് ടു ബി നെഗറ്റീവ് ഇഫ് ദ അപ്ലൈഡ് ഫോഴ്സ് ഹാസ് എ കമ്പോണന്റ് ഇൻ ദ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദ ഡിസ്പ്ലേസ്മെന്റ്. ഇത് പറഞ്ഞത് മനസ്സിലായോ? അതിന് എക്സാമ്പിൾ ഞാൻ വരച്ച് കാണിക്കാം. ഇതൊരു ഒബ്ജക്റ്റ് ആണ്. ഇനിയും ഇതിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് കരുതുക. ഈ ഡയറക്ഷനിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷൻ, ഇങ്ങനെയാണെന്ന് കരുതുക. ഒബ്ജക്റ്റിനുണ്ടായ ഡിസ്പ്ലേസ്മെന്റ് ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഇതിനകത്ത് ഈ ഫോഴ്സിന്റെ 2 കമ്പോണൻസ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ഇങ്ങോട്ടും വരുന്നത്. അപ്പൊ ഇവിടെ ഫോഴ്സിന്റെ ഒരു കമ്പോണന്റ് ഡിസ്പ്ലേസ്മെന്റിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ വർക്ക് ഡൺ എന്താണെന്നാ പറയുന്നത്? വർക്ക് ഡൺ നെഗറ്റീവ് ആണ്. ക്ലിയർ ആണോ? അപ്പോൾ നെഗറ്റീവ് വർക്ക് ഡൺ എപ്പോൾ വരുന്നു, പോസിറ്റീവ് വർക്ക് ഡൺ എപ്പോൾ വരുന്നു എന്നുള്ളതാണ് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ പറയുന്നത്. അപ്പോൾ തീറ്റയുടെ വാല്യൂ 90-ക്കും 180-ക്കും ഇടയിൽ വരുമ്പോൾ, ഇവിടെ അങ്ങനെയല്ലേ, തീറ്റയുടെ വാല്യൂ 90-ക്കും 180-ക്കും ഇടയിലല്ലേ, 90-ൽ കൂടുതലുള്ള ഒരു ആംഗിൾ ഉണ്ട്. സോ ഇവിടെ തീറ്റയുടെ വാല്യൂ 90-ക്കും 180-ക്കും ഇടയിൽ വരുമ്പോൾ എന്താവും? വർക്ക് ഡൺ നെഗറ്റീവ് ആവും. അതിനുള്ള കാരണം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇവിടെ പറയുന്നത് എന്താ? എക്സാമ്പിൾ, വെൻ brakes are applied to a moving vehicle, the work done by the braking force is negative. വർക്ക് ഡൺ ബൈ ദ ബ്രേക്കിംഗ് ഫോഴ്സ് ഇസ് നെഗറ്റീവ്. കാരണം അവിടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്ന ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ആ ഡിസ്പ്ലേസ്മെന്റ് നേരെ ആയിരിക്കും, പക്ഷെ വർക്ക് ഡൺ ചെയ്യുന്ന അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നത്. സോ ബ്രേക്കിംഗ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക്, ഒരു ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ബ്രേക്കിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെ പിടിച്ചു നിർത്താനല്ലേ, ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആ വീല് പിടിച്ചു നിർത്തുന്ന രീതിയിലായിരിക്കും ഇതിനകത്ത് ബ്രേക്കിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ. ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ വീലിനെ പിടിച്ചു നിർത്തണമെങ്കിൽ ഇതിന്റെ മോഷന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പിടിച്ചു നിർത്തണ്ടേ. അപ്പൊ അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ബ്രേക്കിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബ്രേക്കിംഗ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് ഡൺ നെഗറ്റീവ് ആണ് എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ 4 കേസുകൾ ഇപ്പൊ തന്നെ ഡിസ്കസ് ചെയ്തു. തീറ്റയുടെ വാല്യൂ 0 ആവുമ്പോൾ എന്ത് സംഭവിക്കും? തീറ്റയുടെ വാല്യൂ 0 ആവുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് ഇക്വേഷൻ. തീറ്റയുടെ വാല്യൂ 90 ആവുമ്പോൾ എന്ത് സംഭവിക്കും? വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു 0. തീറ്റയുടെ വാല്യൂ 180 ആവുമ്പോൾ എന്ത് സംഭവിക്കും?
തീറ്റയുടെ വാല്യൂ 180 ആകുമ്പോൾ നെഗറ്റീവ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്, നെഗറ്റീവ് വർക്ക് ഡൺ ആണ് സംഭവിക്കുന്നത്. ഇനി രണ്ട് കാര്യം കൂടെ പറഞ്ഞു. തീറ്റയുടെ വാല്യൂ 0യ്ക്കും 90ക്കും ഇടയിലാണെങ്കിൽ പോസിറ്റീവ് വർക്ക് ഡൺ, പോസിറ്റീവ് വർക്ക് ഡൺ. തീറ്റയുടെ വാല്യൂ 90ക്കും 180ക്കും ഇടയിലാണെങ്കിൽ ഇവിടെ നെഗറ്റീവ് വർക്ക് ഡൺ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ സിമ്പിൾ ആണ്. ഇത് നോട്ട് ചെയ്ത് പഠിച്ചാൽ ഇനിയുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു സംശയമില്ലാതെ നമുക്ക് എഴുതാം. ബേസിക് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ വർക്ക് ഡണ്ണിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലം ഒന്ന് ചെയ്യാൻ ശ്രമിച്ചേ. തനിയെ പ്രോബ്ലം ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് സമയം തരികയാണ്. 1 മിനിറ്റ്, ഒറ്റ മിനിറ്റ് പെട്ടെന്ന് ചെയ്യാൻ ശ്രമിച്ചേ. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാൻ വേണമെങ്കിൽ, എ ഫോഴ്സ് ഓഫ് 20 ന്യൂട്ടൺ ഡിസ്പ്ലേസസ് ആൻ ഒബ്ജക്റ്റ് ത്രൂ 2 meters. എ ഫോഴ്സ് ഓഫ് 20 Newton displaces an object through 2 Newton and does a work of 20 joules. The angle between force and displacement is, ഇതാണ് ചോദ്യം. A force of 20 Newton displaces an object through 2 meter and does a work of 20 joules. The angle between force and displacement is. പ്രോബ്ലം ആണ്. ചെയ്യാൻ ശ്രമിച്ചേ, തനിയെ ചെയ്യാൻ ശ്രമിച്ചേ. ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഈ പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പരിചയം. ഈ പ്രോബ്ലം മാത്രമല്ല, നമ്മുടെ ALP ടെക്നീഷ്യൻ പരീക്ഷകൾക്ക് വേണ്ടി പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലംസിന്റെ സെപ്പറേറ്റ് ക്ലാസ് സീരീസ് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി. എന്നാലും ഇതിന്റെ കൂടെ തന്നെ ഇത് ചെയ്തു പോവുക. അപ്പോൾ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. പ്രോബ്ലംസ് ചെയ്യാൻ പറ്റാത്തവർ, നിങ്ങൾ ഏതൊരു പ്രോബ്ലം കിട്ടിയാലും അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഒരു 3 സ്റ്റെപ്പുകളാണ്. അതെല്ലാത്തിനും ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഒന്ന്, ഗിവൺ എല്ലാം കൂടെ എടുത്തെഴുതുക. നമുക്ക് തന്നിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എഴുതുക. 2, തന്നിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അതെടുത്തെഴുതുക. ഈ 2 സ്റ്റെപ്പുകൾ ചെയ്താൽ തന്നെ നിങ്ങളുടെ ഉത്തരവായി. അതായത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് എഴുതുക. അതുപോലെ തന്നിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇക്വേഷൻ ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈ 2 സ്റ്റെപ്പ് മാത്രമേ ഏത് പ്രോബ്ലത്തിനും ചെയ്യാറുണ്ട്. അപ്പോൾ അറിയില്ല എന്ന് പറയുന്നവർ ഈ കാര്യം ഇങ്ങനെ ഒന്ന് അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഞാൻ ഇത് വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ഫോഴ്സ് 20 ന്യൂട്ടൺ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 20 ന്യൂട്ടൺ ആണ് ഫോഴ്സ് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ്, ഡിസ്പ്ലേസസ് 2 മീറ്റർ ആണ്. ഡി എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ എസ് എന്ന് പറയുന്ന ടേം വെച്ചിട്ട് യൂസ് ചെയ്യാം. ഞാൻ ഡി വെച്ച് ഡിനോട്ട് ചെയ്യുന്നു. ആൻഡ് ഡസ് എ വർക്ക് ഓഫ് 20 ജൂൾസ്, വർക്ക് ഡൺ 20 ജൂൾസ് ആണ്. ദ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഈസ്, അതായത് തീറ്റ എന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ആംഗിൾ ബിറ്റ്വീൻ അല്ലേ കണ്ടുപിടിക്കേണ്ടത്, തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളെ തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഇക്വേഷൻ നമ്മളിപ്പോ പഠിച്ചിട്ടില്ലേ? ഉണ്ടോ? പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു കോസ് തീറ്റ. ഇതില് വർക്ക് ഡൺ തന്നിട്ടുണ്ട് അല്ലെ, വർക്ക് ഡൺ തന്നിട്ടുണ്ട്, ഫോഴ്സ് തന്നിട്ടുണ്ട് 20 ന്യൂട്ടൺ, ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ട്, തീറ്റ മാത്രമാണ് കണ്ടുപിടിക്കാനുള്ളത്. എളുപ്പമല്ലേ? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ. W എന്ന് പറയുന്നത് 20 ജൂൾസ്, W എന്ന് പറയുന്നത് 20 ജൂൾസ്, 20 ജൂളാണ് W. ഫോഴ്സ് എന്ന് പറയുന്നത് 20, ഡിസ്പ്ലേസ്മെന്റ് 2 ഇൻറ്റു കോസ് തീറ്റ. അപ്പൊ കോസ് തീറ്റ എന്ന് പറയുന്നത് വീണ്ടും റീറൈറ്റ് ചെയ്യാം. 20 to 40 അല്ലെ. അപ്പൊ 20/40 ആണ് കോസ് തീറ്റ. അതായത് കോസ് തീറ്റ എന്ന് പറയുന്നത് 1/2. കോസ് തീറ്റ എന്ന് പറയുന്നത് 1/2. കോസ് തീറ്റയുടെ വാല്യൂ, കോസില് തീറ്റയുടെ വാല്യൂ 1/2 വരുന്ന എവിടെയാണ്? അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സ് 1/2ന്റെ വാല്യൂ 60 ഡിഗ്രി. അപ്പൊ കോസ് 60യുടെ വാല്യൂ ആണ് 1/2 എന്ന് അറിയാമെങ്കിൽ ഉത്തരമായി. കോസ് 60യുടെ വാല്യൂ ആണ് 1/2. സോ തീറ്റ 60 ഡിഗ്രി. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം അല്ലേ? തീറ്റ കണ്ടുപിടിക്കുക. ഇത്രയും മാത്രമേ ഉള്ളൂ. ഇനിയും പ്രോബ്ലംസ് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കണം. അപ്പോൾ ഇത് എളുപ്പമായിട്ടുള്ളൊരു പ്രോബ്ലം ആണെന്നാണ് കരുതുന്നത്. ക്ലിയർ ആയോ? എന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും സംശയമുണ്ടോ? ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇനി എനർജിയാണ് നമ്മൾ പറയുന്നത്, ചോദ്യമല്ല, എനർജി, സോറി. ഇനി നമ്മൾ എനർജി എന്ന് പറയുന്ന കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ വർക്ക് ഡൺ ആണ് പറഞ്ഞത്. ഇനി പറയുന്നത് എനർജി, വർക്ക് ഡൺ അല്ലെങ്കിൽ അടുത്ത എനർജി. എനർജി എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ, എനർജി ഈസ് ഡിഫൈൻഡ് ആസ് ദ ഇന്റേണൽ കപ്പാസിറ്റി ടു ഡു വർക്ക്. ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിച്ചതാണ്. ഇന്റേണൽ കപ്പാസിറ്റി ടു ഡു വർക്ക് ഈസ് നോൺ ആസ്
അല്ലെങ്കിൽ ഇന്റേണൽ എന്ന് ചിലപ്പോൾ ഉണ്ടാവില്ല. കപ്പാസിറ്റി ടു ഡു വർക്ക്, ഒരു വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയെ അറിയപ്പെടുന്ന പേരാണ് എനർജി. വർക്ക് ചെയ്യുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. അപ്പൊ അത് തന്നെയാണ് ആക്ച്വലി വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എനർജി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എനർജിയുടെ യൂണിറ്റ് ചോദിച്ചാലും എന്താണ്, എനർജിയുടെ യൂണിറ്റ് ചോദിച്ചാലും ജൂൾ, എനർജിയുടെ യൂണിറ്റ് ചോദിച്ചാലും വർക്ക് ഡണ്ണിന്റെ യൂണിറ്റ് ചോദിച്ചാലും എന്താണ്, അത് ജൂൾ ആണ്. ഇനി എനർജിയുടെ കാര്യം പറഞ്ഞാൽ എനർജി പലതരത്തിലുണ്ട്. എനർജി അപ്പിയേഴ്സ് ഇൻ മെനി ഫോംസ് സച്ച് ആസ് മെക്കാനിക്കൽ എനർജി ഉണ്ട്, ഇലക്ട്രിക്കൽ എനർജി ഉണ്ട്, കെമിക്കൽ എനർജി ഉണ്ട്, തെർമൽ എനർജി ഉണ്ട്, ഒപ്റ്റിക്കൽ എനർജി ഉണ്ട്, സോളാർ എനർജി ഉണ്ട്, അക്വസ്റ്റിക് എനർജി ഉണ്ട്. ഇങ്ങനെ പല തരത്തിലുള്ള എനർജി ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എനർജി. എനർജി പല തരത്തിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആരാണ് കൊണ്ടുവന്നത്, അറിയുന്നവർ പറഞ്ഞേ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ആരാണ് കൊണ്ടുവന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി കൊണ്ടുവന്ന ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അതായത് എനർജി ഒരിക്കലും ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല, എനർജി ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ഓൺലി ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ. ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് അതിനെ ട്രാൻസ്ഫോം ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. എനർജി ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല, എനർജിയെ ഡിസ്ട്രോയ് ചെയ്യാനും പറ്റില്ല എന്ന് പറയുന്ന ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി കൊണ്ടുവന്നവരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി കൊണ്ടുവന്നത്. ക്ലിയർ? ഇനി നേരത്തെ വർക്ക് ഡണ്ണിന്റെ കേസ് പറഞ്ഞതുപോലെ എനർജി ഈസ് ഓൾസോ എ സ്കേലാർ ക്വാണ്ടിറ്റി, അതായത് ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റിയാണ് എനർജി എന്ന് പറയുന്നത്. വർക്ക് ഡണ്ണും ഡയറക്ഷൻ ഇല്ലാന്ന് ഞാൻ പറഞ്ഞു, അതുപോലെ എനർജിയും ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റിയാണ്. SI യൂണിറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് ചോദിച്ചാൽ ജൂൾ അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ. ന്യൂട്ടൺ മീറ്ററിനെയാണ് നമ്മൾ ജൂൾ എന്ന് വിളിക്കുന്നത്. ജൂൾ അല്ലെങ്കിൽ ന്യൂട്ടൺ മീറ്റർ ആണ് എനർജിയുടെയും SI യൂണിറ്റ്. ഇനി കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് എനർജി അല്ലെങ്കിൽ ചിലപ്പോൾ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് വേണമെങ്കിൽ ചോദിക്കാം. കൊമേഴ്ഷ്യൽ യൂണിറ്റ് ഓഫ് എനർജി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയെ യൂസ് ചെയ്യുന്ന ഒരു ഫോമാണ് ഇലക്ട്രിക്കൽ ആയിട്ട്, അല്ലെ? ഇലക്ട്രിക്കൽ എനർജി നമ്മുടെ വീട്ടിലെല്ലാം കൺസ്യൂം ചെയ്യുന്നതാണ് ഇലക്ട്രിക്കൽ എനർജി. അപ്പൊ ആ എനർജിയുടെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ചോദിച്ചാൽ കിലോ വാട്ട് അവർ ആണ്. ഒരു കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് 1 kilowatt hour is equal to 3.6 into 10 raised to 6 joules. 3.6 into 10 raised to 6 joules അല്ലെങ്കിൽ 36 into 10 raised to 5 joules. 36 into 10 raised to 5 joules. 10 raised to 5 36 ആയതുകൊണ്ടാണ് 10 raised to 5 ആയത്. ഇനി 10 raised to 6നെ വിളിക്കുന്ന പേരാണ് എന്ത്? മെഗാ. സോ 3.6 മെഗാ ജൂൾസ് എന്ന് വേണമെങ്കിലും വിളിക്കാം. മെഗാ ജൂൾസ് 3.6 മെഗാ ജൂള് എന്നും വിളിക്കാം. 3.6 മെഗാ ജൂൾ എന്നും വിളിക്കാം. ക്ലിയർ? അപ്പൊ ഇതാണ് എനർജി. എന്താണ് എനർജി എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എനർജിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. എനർജി എന്താണെന്ന് പറഞ്ഞു. ഇനി എനർജി, പലതരത്തിലുള്ള എനർജി ഉണ്ട്, അതിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനർജി ട്രാൻസ്ഫോർമേഷൻ ഇൻ ഡിവൈസസ്, അതായത് എനർജി ട്രാൻസ്ഫോർമേഷൻ എക്സാമിന് ചോദിക്കാവുന്ന ഒരു കാര്യമാണ്. എനർജി ഒരു ഡിവൈസിൽ എങ്ങനെ എനർജി ട്രാൻസ്ഫോം ചെയ്യും? നേരത്തെ പറഞ്ഞില്ലേ, എനർജി ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യിക്കാമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഓരോ ഡിവൈസിലും നടക്കുന്ന എന്താണെന്നാണ് ഇവിടെയുള്ള ചോദ്യം. ആദ്യം ഡൈനാമോയിൽ നടക്കുന്ന എനർജി ട്രാൻസ്ഫോർമേഷൻ എന്താണ്? ഡൈനാമോയിൽ മെക്കാനിക്കൽ എനർജി എന്തായി മാറുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. വാട്ട് ഈസ് ദ എനർജി ട്രാൻസ്ഫോർമേഷൻ ഡിവൈസസ്? എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് മസ്റ്റ് ആയിട്ടും അറിയാത്തവർ നോട്ട് ചെയ്ത് തന്നെ പഠിച്ചോളാം. അപ്പൊ ഡൈനാമോ നമുക്കറിയാം. ഡൈനാമോ എന്ന് പറയുന്ന ഡിവൈസ് മെക്കാനിക്കൽ എനർജിയെ ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. നിങ്ങൾക്ക് അറിയാമോ എവിടെയാണ് ഡൈനാമോ? സൈക്കിളുകളിലൊക്കെ പഴയ സൈക്കിളുകളിലൊക്കെ ഡൈനാമോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സൈക്കിൾ ട്രാവൽ ചെയ്യുമ്പോൾ വീൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഡൈനാമോ കിടന്ന് ഉരുളും, റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ ആ മോഷന്റെ മെക്കാനിക്കൽ എനർജി കൺവേർട്ട് ചെയ്ത് ഈ ഡൈനാമോ വഴി അത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റി ലൈറ്റ് കത്താനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. പഴയ സൈക്കിളുകളൊക്കെ അതിൽ ഡൈനാമോസ് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഡൈനാമോ മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. അടുത്ത ബാറ്ററിയിൽ നടക്കുന്ന എനർജി ട്രാൻസ്ഫോർമേഷൻ എന്താണ്? ബാറ്ററിയിൽ കെമിക്കലുകളാണ് നിറച്ചിരിക്കുന്നത്. അതിനകത്തുള്ള കെമിക്കൽ എനർജി എന്തായി മാറും? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. അടുത്തത് മൈക്രോഫോണിൽ നടക്കുന്ന എനർജി ട്രാൻസ്ഫോർമേഷൻ എന്താണ്? സൗണ്ട് എനർജി. നമ്മൾ കൊടുക്കുന്ന സൗണ്ട് എനർജി മൈക്കിനകത്ത് അല്ലെങ്കിൽ മൈക്രോഫോണിനകത്ത് നമ്മൾ കൊടുക്കുന്ന സൗണ്ട് എനർജി എന്താക്കി മാറ്റുന്നു? ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു. സൗണ്ട് എനർജി
ടു ഇലക്ട്രിക്കൽ എനർജി. സൗണ്ട് എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്നു. അതുപോലെ സോളാർ സെല്ലിൽ നടക്കുന്ന ഇലക്ട്രിക്കൽ ട്രാൻസ്ഫോർമേഷൻ എന്താണ്? സോളാർ സെല്ലിൽ സോളാർ എനർജി എന്താക്കുന്നു? ഇലക്ട്രിക്കൽ എനർജി. അറിയില്ലേ? സോളാർ എനർജി, സൂര്യന്റെ അടുത്ത് നിന്ന് വരുന്ന സോളാർ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അടുത്ത ലൗഡ് സ്പീക്കറിൽ സംഭവിക്കുന്ന എനർജി ട്രാൻസ്ഫോർമേഷൻ എന്താണ്? ഇലക്ട്രിക്കൽ എനർജിയെ സൗണ്ട് എനർജി ആക്കി മാറ്റുന്നു. ലൗഡ് സ്പീക്കർ നമുക്കറിയാം, വലിയ ശബ്ദം കേൾക്കാൻ വേണ്ടി വെക്കുന്ന സ്പീക്കറുകൾ, ലൗഡ് സ്പീക്കറുകൾ, ഇതൊക്കെ എന്തിനു യൂസ് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ എനർജിയെ സൗണ്ട് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. ഇലക്ട്രിക് മോട്ടർ ആണെങ്കിലോ, ഇലക്ട്രിക് മോട്ടർ ആണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇലക്ട്രിക് ബൾബ് ആണെങ്കിലോ ഇലക്ട്രിക്കൽ എനർജിയെ ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇലക്ട്രിക്കൽ എനർജിയെ ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും എനർജി കൺവേർഷൻ ഇൻ ഡിവൈസസ് ആണ് പഠിച്ചത്. അപ്പോൾ നമ്മൾ ലൈറ്റ് അല്ല, എനർജിയുടെ കാര്യമാണ് പഠിച്ചത്. ഇപ്പോൾ എനർജിയാണ് സ്റ്റാർട്ട് ചെയ്ത്. വർക്ക് ഡൺ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കണ്ടീഷൻസും കേസും ഒക്കെ വെച്ചിട്ട് നമ്മൾ പഠിച്ചു. ഇപ്പോൾ എനർജി ട്രാൻസ്ഫോർമേഷൻ ഡിവൈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി പലതരത്തിലുള്ള എനർജീസ് ഉണ്ട്. പലതരത്തിലുള്ള എനർജി എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. ഒരു എനർജി ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പലതരത്തിലുള്ള എനർജീസ് നമുക്ക് നോക്കാം. ആദ്യം കൈനറ്റിക് എനർജി. എന്താണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്? കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ ഒരൊബ്ജക്റ്റിന്റെ അതിൻ്റെ മോഷനുമായിട്ട് ബന്ധപ്പെട്ട, മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട, വെലോസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എനർജിയാണ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഓർക്കണം, ഒരൊബ്ജക്റ്റിന്റെ മോഷനുമായിട്ട് ബന്ധപ്പെട്ട, മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട, അതിന്റെ വെലോസിറ്റിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എനർജിയാണ് കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി is the internal capacity of doing work of the object by virtue of its motion. അതിന്റെ മോഷനുമായിട്ട് ബന്ധപ്പെട്ട, ഒരു ഒബ്ജക്റ്റിന്റെ മോഷനുമായിട്ട് ബന്ധപ്പെട്ട, മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട, വെലോസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എനർജിയാണ് കൈനറ്റിക് എനർജി. അതുപോലെ അതിന്റെ കാര്യം പറയുന്നു, ഇറ്റ് ഇസ് എ പോസിറ്റീവ് സ്കേലാർ ക്വാണ്ടിറ്റി. വർക്ക് ഒരു പോസിറ്റീവ് സ്കേലാർ ക്വാണ്ടിറ്റി ആണ് വർക്ക് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ കൈനറ്റിക് എനർജി എപ്പോഴും പോസിറ്റീവ് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, വെക്ടർ ക്വാണ്ടിറ്റി അല്ല. വർക്ക് ഡൺ വെക്ടർ ക്വാണ്ടിറ്റി അല്ല, അതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞതുപോലെ തന്നെ എനർജിയും ഒരു സ്കേലാർ ക്വാണ്ടിറ്റി തന്നെയാണ്. കാരണം അതിന് ഡയറക്ഷൻ ഇല്ല. ഇനി അടുത്തത് പൊട്ടൻഷ്യൽ എനർജി. കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഈ രണ്ട് എനർജീസിനെയും ചേർത്താണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. മെക്കാനിക്കൽ എനർജി എന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും ഒരു സം ആണ്. മെക്കാനിക്കൽ എനർജിയുടെയും മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും ഒരു സം ആണെന്നാണ് പറഞ്ഞത്. ഇത് രണ്ടും ചേരുന്നതാണ് മെക്കാനിക്കൽ എനർജി. കൈനറ്റിക് എനർജി എന്താണെന്ന് ഇവിടെ പറഞ്ഞു. എന്താണ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി കൈനറ്റിക് എനർജിയുടെ ഒരു ഇക്വേഷൻ, കൈനറ്റിക് എനർജി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇസ് ഈക്വൽ ടു ഹാഫ് mv². ഇതാണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ, ഹാഫ് mv². ഇതിനകത്ത് m എന്ന് പറയുന്നത് മാസ് ഓഫ് ദ ഒബ്ജക്റ്റ്, v എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി. ഇതാണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആയിട്ട് ഞാൻ പറയുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന വായിച്ചേ, ഇഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് m ഈസ് മൂവിങ് വിത്ത് എ സ്പീഡ് v വെലോസിറ്റി വെച്ചാണ് ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതെങ്കിൽ മസ് ലെസ് ദാൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ്. അതിനെപ്പറ്റി നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദെൻ കൈനറ്റിക് എനർജി ഈസ് ഗിവൺ ബൈ ഹാഫ് mv². ഇതാണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ മാറിപ്പോവാതെ പഠിച്ചു വെച്ചോളുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ് പറഞ്ഞത്. ഇനി ഇതിൽ നിന്ന് മറ്റൊരു ഡെറിവേഷനും കൂടി ഇവിടെ ഞാൻ പറയുന്നുണ്ട്, കാരണം ഇത് പ്രോബ്ലംസിൽ ആവശ്യം വരും. അതുകൊണ്ടാണ് ഇവിടെ എടുത്തു പറയുന്നത്, പ്രോബ്ലംസ് ചെയ്യാൻ ആവശ്യം വരും. അതായത് മൊമെന്റം പുതിയൊരു ടേം ആണ്. മൊമെന്റം എന്ന് വെച്ചാൽ മാസ് ഇൻറ്റു വെലോസിറ്റിയാണ് നമ്മൾ മൊമെന്റം എന്ന് പറയുന്നത്. മാസ് ഇൻറ്റു വെലോസിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൊമെന്റം. നമ്മൾ പി എന്ന് പറയുന്ന ടേം വെച്ച് ഡിനോട്ട് ചെയ്യുന്നു, മാസ് ഇൻറ്റു വെലോസിറ്റി. ഇതാണ് മൊമെന്റം എന്ന് പറയുന്നത്. അപ്പൊ മൊമെന്റവും കൈനറ്റിക് എനർജിയും ഇത് രണ്ടും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു ഇക്വേഷൻ ആണ്. അതിനെ ബേസ് ചെയ്ത് ചോദ്യം ചോദിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് ഡെറൈവ് ചെയ്ത് കാണിക്കേണ്ടി വരുന്നത്. അതായത് കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv² എന്നല്ലേ വരുന്നത്, mv². അപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുകളിൽ ഞാനൊരു m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, താഴെ ഒരു m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് വരും? അപ്പോൾ m²/m എന്ന് വരും. ഇങ്ങനെ വരില്ലേ? അപ്പോൾ mv എന്ന് പറഞ്ഞാൽ മൊമെന്റം ആണ്. സോ മുകളിൽ എനിക്ക് എന്ത് എഴുതാം? p² എന്ന് എഴുതാം. mv എന്ന് പറഞ്ഞാൽ മൊമെന്റം ആണ്. സോ mv² എന്ന് പറയുന്നത് p²/2m. ഇതാണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു p²/2m. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചോളുക.
കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു മൊമെന്റം സ്ക്വയർ ബൈ 2m. പി എന്ന് വെച്ചാൽ മൊമെന്റം ആണ്. ഇതിനെ വീണ്ടും നമുക്കൊന്ന് റീറൈറ്റ് ചെയ്യാം. പി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? ആ കൈനറ്റിക് എനർജി ഇൻറ്റു 2m അല്ലെങ്കിൽ 2m ഇൻറ്റു കൈനറ്റിക് എനർജി എന്ന് എഴുതാം. എന്നിട്ട് മൊമെന്റം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2m ഇൻറ്റു കൈനറ്റിക് എനർജി. ഈ ഒരു ഇക്വേഷനും കൂടെ നോട്ട് ചെയ്യുക. ഇവിടെ കാണാം മൊമെന്റം ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2m ഇൻറ്റു കൈനറ്റിക് എനർജി. ഈ 3 ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെച്ചോളാം, നമുക്ക് ആവശ്യം വരുന്നതാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ പറയട്ടെ, ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് പറയുന്ന ഇക്വേഷൻസ് സെപ്പറേറ്റ് ഒരു ബോക്സിൽ നോട്ട് ചെയ്ത് വെക്കണം, മസ്റ്റായിട്ട് വെക്കണം. ഇത് പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് ആവശ്യം വരും. അന്നേരം തിരിഞ്ഞ് എവിടെയാണ് എന്നൊന്നും നോക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇക്വേഷൻസ് എല്ലാം സെപ്പറേറ്റ് ഒരു ബോക്സിൽ എഴുതി വെക്കുക. എന്നിട്ട് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്കത് ക്ലിയർ ആക്കി പോവാം. അപ്പോൾ ലീനിയർ മൊമെന്റം എന്ന് പറയുന്ന ടേം ആണ് മാസ് ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷൻ, 2 ഇക്വേഷൻസ് ആണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്തത്. ഇനി പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ചാൽ എന്താ? പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റിന് അതിൻ്റെ പൊസിഷൻ വഴി കിട്ടുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ എഴുതിയിരിക്കുന്ന വായിക്കുക, ഇന്റേണൽ കപ്പാസിറ്റി ടു ഡു വർക്ക് ബൈ വിർച്യൂ ഓഫ് റിലേറ്റീവ് പൊസിഷൻ. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ്, ഒരു കല്ലെടുത്ത് ഞാൻ തറയിൽ നിന്ന് വലിയൊരു ഹൈറ്റിൽ ആ ഒബ്ജക്റ്റിനെ ഞാൻ പ്ലേസ് ചെയ്ത് ഇങ്ങനെ പിടിച്ചു. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഈ പൊസിഷനിൽ തറയിൽ നിന്ന് ഇത്രയും ഹൈറ്റിൽ ഇരിക്കുന്നതുകൊണ്ട് അതിനൊരു എനർജി ഉണ്ട്. ആ എനർജിയെ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ എനർജി. അതായത് തറയിരിക്കുന്ന കല്ലിനെ എടുത്ത് ഒരു ഹൈറ്റിൽ വെച്ചാൽ, ഒരു നല്ലൊരു ഒബ്ജക്റ്റിന്റെ മുകളിൽ വെച്ചാൽ അതിന് കിട്ടുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. കാരണം തറയിലിരിക്കുമ്പോൾ, ഗ്രൗണ്ട് ലെവലിൽ ഇരിക്കുമ്പോൾ അതിന് എനർജി ഇല്ല, 0 ആണ്. പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. അതിനെ പൊക്കി ഒരു ഹൈറ്റിൽ ഒരു ഒബ്ജക്റ്റിന് മുകളിൽ വെക്കുമ്പോൾ അതിന് കിട്ടുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ അതിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്? ഒന്നിവിടെ ഡാം, ഇവിടെ പിക്ചർ കാണാം നിങ്ങൾക്ക്. ആ ഡാമിൽ വെള്ളം പിടിച്ചു വെച്ചിരിക്കുന്നത് എന്ത് എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്? കെട്ടി വെച്ചിരിക്കുകയല്ലേ വെള്ളം, ഒരു ഹൈറ്റിൽ പൊങ്ങി ഒരു ഹൈറ്റിൽ കെട്ടി വെച്ചിരിക്കുമ്പോൾ അവിടെ പൊട്ടൻഷ്യൽ എനർജി ആണ്. അതുപോലെ റോളർ കോസ്റ്ററിൽ താഴെ നിന്ന് മൂവ് ചെയ്ത് ഏറ്റവും മുകൾ വശത്ത് എത്തുമ്പം അവിടെ പൊട്ടൻഷ്യൽ എനർജി ആണ് വളരെ കൂടുതൽ. അതുപോലെ ആപ്പിൾ, ട്രീയുടെ മുകളിൽ ഇരിക്കുന്ന ഒരു ആപ്പിളിന്, ഒരു ചെടിയുടെ അല്ലെങ്കിൽ മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന ആപ്പിളിന് എന്തുണ്ട്? പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അതുകൊണ്ടാണ് അത് താഴേക്ക് വീഴുമ്പോൾ അതിന്റെ പൊട്ടൻഷ്യൽ എനർജി കൺവേർട്ട് ചെയ്ത് കൈനറ്റിക് എനർജി ആയിട്ടാണ് താഴോട്ട് വരുന്നത്. നമ്മുടെ ശരീരത്തിൽ വീഴുമ്പോൾ വേദനിക്കും, കാരണം അതിനുള്ള എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ ബോ ആൻഡ് ആരോ നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് വലിച്ചു വെക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി, അതിന്റെ പൊസിഷൻ വഴി പൊട്ടൻഷ്യൽ എനർജി ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ ആ സ്ലിംഗ് ഷോട്ട്, അതായത് കവണയുണ്ടല്ലോ, കല്ല് വെച്ചടിക്കുന്നത്, അപ്പോൾ അതിനകത്തും പൊട്ടൻഷ്യൽ എനർജിയാണ്. റിലീസ് ചെയ്യുമ്പോൾ അത് കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതൊക്കെയാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സാമ്പിൾസ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സാമ്പിൾ ചോദിക്കുമ്പോൾ ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ട എനർജി ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി, അതിന്റെ മൂവ്മെന്റ്, മോഷൻ, വെലോസിറ്റി ആയിട്ട് ബന്ധപ്പെട്ട എനർജി ആണെങ്കിൽ കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരാൾ ആ തറയിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് മൂവ് ചെയ്ത് ആ താഴേക്ക് വരുന്നുണ്ട്. അപ്പം ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയാണ് ഇയാളുടെ ചേഞ്ച് ചെയ്യുന്നത് നോക്കിയേ. ഇത് ഗ്രൗണ്ട് ലെവലാണ്. ഇത് ഗ്രൗണ്ട് ലെവലാണ് ഞാൻ വരച്ചിരിക്കുന്നത്. ഗ്രൗണ്ട് ലെവലിൽ ഇവിടെ നിൽക്കുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0 ആണെന്ന് കരുതുക. ഈ കയറ്റം കയറി മുകളിലേക്ക് പോകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കൂടി വരും. കാരണം ഇദ്ദേഹത്തിന്റെ വെലോസിറ്റി കുറയുന്നതായിട്ട് കാണും. കയറ്റം ചവിട്ടി കയറ്റാൻ പാടായിരിക്കും, വെലോസിറ്റി കുറവായിരിക്കും ഈ കയറ്റം കയറുന്ന സമയത്ത്, അല്ലേ? വെലോസിറ്റി കുറവായിരിക്കും, കാരണം ഇദ്ദേഹത്തിനുള്ള വെലോസിറ്റിയിൽ വരുന്ന കൈനറ്റിക് എനർജിയെ കൺവേർട്ട് ചെയ്ത് എന്തായി മാറുന്നു? പൊട്ടൻഷ്യൽ എനർജി. ഹൈറ്റ് കൂടുന്തോറും പൊട്ടൻഷ്യൽ എനർജി കൂടി ഇവിടെ എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്. ഇനി താഴോട്ട് വരുമ്പം ഈ പൊട്ടൻഷ്യൽ എനർജിയെ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്താണ് താഴോട്ട് വരുന്നത്. ഇവിടോട്ട് വരുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു വരും, കൈനറ്റിക് എനർജി കൂടി താഴോട്ട് വരുമ്പോൾ വരും. ഇതാണ് ഇവിടെ എനർജി ട്രാൻസ്ഫോർമേഷൻ ഇവിടെ നടക്കുന്നത്. ഇവിടെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ U is equal to mgh. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആണ് mgh. M എന്ന് പറയുന്നത് മാസ്, G എന്ന് പറയുന്നത് എന്താ? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അതിന്റെ വാല്യൂ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. H എന്ന് പറയുന്നത് ഹൈറ്റ് ഫ്രം ദ ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള ഹൈറ്റ് ആണ് H എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ക്യാൻ ബി ഡിഫൈൻഡ് ഓൺലി ഫോർ കൺസർവേറ്റീവ് ഫോഴ്സസുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്നുള്ളത് ആ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സസ് എന്ന് നമുക്ക് പഠിക്കണം. അപ്പോൾ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് പൊസിഷൻ ആൻഡ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ പാത്ത്.
പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യില്ല, പകരം അതിന്റെ പൊസിഷൻ ഓർ ഒബ്ജക്റ്റിന്റെ പൊസിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് പൊട്ടൻഷ്യൽ എനർജി ഇരിക്കുന്നത്. ഓക്കെ, ആ ഒരു പോയിന്റും കൂടി നോട്ട് ചെയ്ത് വെച്ചോളാം. ഇനി മെക്കാനിക്കൽ എനർജി, നേരത്തെ ഞാൻ പറഞ്ഞു മെക്കാനിക്കൽ എനർജി ഓഫ് എ സിസ്റ്റം ഇസ് ഡിഫൈൻഡ് ആസ് സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ഇക്വേഷൻ എഴുതി വെക്കാം. മെക്കാനിക്കൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. മെക്കാനിക്കൽ എനർജി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. എനർജി എല്ലാം സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ആണ്, വർക്ക് എല്ലാം സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ആണ്. ക്ലിയർ ആയോ? പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾ ഓഫ്ലൈൻ കോഴ്സ്, ദിശ അക്കാഡമിയുടെ ഓഫ്ലൈൻ കോഴ്സ്, ഓഫ്ലൈൻ സെന്റേഴ്സിൽ വന്ന് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അതിന് ദിശ അക്കാഡമിക്ക് 3 സെന്റേഴ്സ് ഉണ്ട്. ട്രിവാൻഡ്രം, കൊട്ടാരക്കര, കാലിക്കറ്റ്. താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പോൾ പുതിയ ബാച്ചിന്റെ അഡ്മിഷൻസ് ഓപ്പൺ ആണ്. 3 ബ്രാഞ്ചുകളിലും അഡ്മിഷൻസ് ഓപ്പൺ ആണ്. റെയിൽവേ എക്സാംസിന് ക്ലിയർലി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യണമെന്ന് കറക്റ്റ് ആയിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഇവിടങ്ങളിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് വേണ്ടി ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തേ ഉള്ളൂ. ഇപ്പോൾ ട്രിവാൻഡ്രത്തെയും കൊട്ടാരക്കരയിലെയും കാലിക്കറ്റിലെയും നമ്പേഴ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻസ് ഉറപ്പിക്കാവുന്നതാണ്. ഇനി പവർ, നമ്മൾ വർക്കും എനർജിയും പറഞ്ഞു, അടുത്ത ടേമാണ് പവർ. പവർ, വർക്കും എനർജിയും പറഞ്ഞു, അടുത്ത ടേമാണ് പവർ. പവർ പവർ എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ പവർ ഇസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് അറ്റ് വിച്ച് വർക്ക് ഈസ് ഡൺ. വർക്ക് ചെയ്യുന്ന റേറ്റ്, റേറ്റ് എന്ന് പറയുമ്പം ടൈം റേറ്റ് ആണ്. ടൈം വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈം ഒരു സെക്കൻഡിൽ എത്ര വർക്ക് ചെയ്യുന്നു എന്നുള്ളതിന്റെ മെഷറാണ് പവർ. ഒരു സെക്കൻഡിൽ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. ചോദ്യം ഇങ്ങനെ ചോദിക്കാം, റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഈസ് നോൺ ആസ്. റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഈസ് നോൺ ആസ് എന്ന് ചോദിച്ചാൽ റേറ്റ് ടൈം റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഈസ് നോൺ ആസ് പവർ. റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഈസ് നോൺ ആസ് പവർ. അതേസമയം കപ്പാസിറ്റി ടു ഡു വർക്ക്, കപ്പാസിറ്റി ടു ഡു വർക്ക് എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചതാണ് എനർജി. എനർജിയാണ് കപ്പാസിറ്റി ടു ഡു വർക്ക്. ഇത് തിരിഞ്ഞു പോകാതിരിക്കുക. അപ്പൊ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ആണ് പവർ. കപ്പാസിറ്റി ടു ഡു വർക്ക് എന്ന് ചോദിച്ചാൽ അത് എനർജിയാണ്. അപ്പോൾ പവറിനെ ഡിഫൈൻ ചെയ്യുന്നത് വർക്ക് ഡൺ ബൈ ടൈം എന്നാണ്. അതായത് വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടൈം, ഇതിനെ വിളിക്കുന്ന പേരാണ് പവർ. വർക്ക് ഡൺ ബൈ ടൈം. അപ്പൊ പവറിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. വർക്ക് ഡൺ എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. ഇതാണ് പവറിന്റെ ഇക്വേഷൻ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം, ഇതിനെയാണ് നമ്മൾ പവർ എന്ന് വിളിക്കുന്നത്. ഇനി ഇതിനകത്ത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈമിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? വെലോസിറ്റി എന്ന് പറയാൻ പറ്റും. അപ്പോൾ വെലോസിറ്റി എന്ന് പറയുമ്പോൾ പവർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി, ഇങ്ങനെ നമുക്ക് അതിനെ ഡിനോട്ട് ചെയ്യാം. അത് ഡോട്ട് പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ പവർ എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റി ആണെന്ന് ഓർക്കണം. പവറും ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. വർക്കിന്റെയും എനർജിയുടെയും പോലെ തന്നെ പവറും എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അതിന് ഡയറക്ഷൻ ഇല്ല. വർക്കിന്റെയും എനർജിയെയും പോലെ തന്നെ പവറിനും സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്, ഡയറക്ഷൻ ഇല്ല. അത് കൃത്യമായിട്ട് ഓർത്തുകൊള്ളുക. ഇനി എന്താണ് യൂണിറ്റ്? വാട്ട് ഇസ് ദ SI യൂണിറ്റ് ഓഫ് പവർ എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ജൂൾ പെർ സെക്കൻഡ്. ജൂൾ എന്ന് വെച്ചാൽ എനർജിയുടെ യൂണിറ്റ് ആണ്. സെക്കൻഡ് എന്ന് വെച്ചാൽ ടൈമിന്റെ യൂണിറ്റ് ആണ്, എനർജി ബൈ ടൈം. സോ ജൂൾ പെർ സെക്കൻഡ് അല്ലെങ്കിൽ വാട്ട്. ജൂൾ പെർ സെക്കൻഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വാട്ട് എന്ന് വിളിക്കുന്നത്. ജൂൾ പെർ സെക്കൻഡിനെയാണ് വാട്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വാട്ടാണ് പവറിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ്. വാട്ട് അല്ലെങ്കിൽ ജൂൾ പെർ സെക്കൻഡ്. ഇനി പവറിന്റെ മറ്റൊരു യൂണിറ്റ് ആണ് ഹോഴ്സ് പവർ. കുതിര ശക്തി എന്നൊക്കെ പറയും മലയാളത്തിൽ. 1 ഹോഴ്സ് പവർ, അത് മറ്റൊരു യൂണിറ്റ് ആണ്. പവർ മെഷർ ചെയ്യുന്ന പഴയ കൊമേഴ്ഷ്യൽ യൂണിറ്റ് ആണ്. ഹോഴ്സ് പവർ അല്ലെങ്കിൽ കുതിര ശക്തി. അപ്പോൾ 1 ഹോഴ്സ് പവർ എന്ന് പറയുന്നത് എത്ര വാട്ട് ആണെന്ന് നമ്മൾ പഠിക്കണം. 746 വാട്ട്. 746 വാട്ടാണ് ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. 746 വാട്ടാണ് ഒരു ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആ ഒരു പോയിന്റും കൂടി നോട്ട് ചെയ്ത് വെച്ചോളാം. ഇനി പ്രോബ്ലം ആണ്. ഇവിടെ കാണുന്ന പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്തേ. ഇപ്പോൾ സമയം തരുന്നു, 1 മിനിറ്റ് സമയം തരുന്നു. പെട്ടെന്നൊന്ന് ചെയ്യാൻ നോക്കിയേ. പ്രോബ്ലം ചോദ്യം വായിക്കാം. ആൻ ഒബ്ജക്ട് ഓഫ് 10 kg is moving at a speed of 5 meter per second. What will be the kinetic energy of the object? ഞാൻ നേരത്തെ പറഞ്ഞ അതേ മെത്തേഡ് വെച്ചിട്ട് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുമോ നോക്കിയേ. പെട്ടെന്ന് നോക്കുക. ഉത്തരം അറിയാവുന്നവർ പെട്ടെന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ഉത്തരം അറിയാവുന്നവർ കമന്റ് ചെയ്തേ. An object of 10 kg is moving at a speed of 5 meter per second. What will be the kinetic energy of the object?
തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പം ഒബ്ജക്റ്റ് ഓഫ് 10 kg എന്ന് പറഞ്ഞാൽ മാസ് 10 കിലോഗ്രാം. സ്പീഡ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ്. വാട്ട് വിൽ ബി ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഒബ്ജക്റ്റ്? വളരെ സിമ്പിൾ അല്ലേ? മാസ് ഉണ്ട്, വെലോസിറ്റി ഉണ്ട്, കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. അപ്പൊ ഇക്വേഷൻ നമുക്കറിയാം. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് mv സ്ക്വയർ. ഹാഫ് mv സ്ക്വയർ. അപ്പൊ കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ ഹാഫ് ഇൻറ്റു എമ്മിന്റെ വാല്യൂ എത്രയാണ്? 10 ഇൻറ്റു വെലോസിറ്റി എത്രയാണ്? 5 സ്ക്വയർ. സോ ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 5 സ്ക്വയർ 25. 25 ഇൻറ്റു 10 250 ഡിവൈഡഡ് ബൈ 2 125 ജൂൾസ്. 125 ജൂൾസ്. ഉത്തരം ശരിയല്ലേ? 125 ജൂൾസ് എന്ന് ഉത്തരം കിട്ടും. 125 ജൂൾസ് എന്ന് ഉത്തരം കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ ഈ പറഞ്ഞത്? നമുക്ക് അടുത്ത ചോദ്യം പെട്ടെന്ന് ചെയ്തേ. ഇത് പൊട്ടൻഷ്യൽ എനർജിയുടെ ചോദ്യമാണ്. എ മാൻ raises 20 kilogram object from the surface of earth and put the object 2 meter above on his head. Calculate the work done by the man. ഇവിടുത്തെ വർക്ക് ഡൺ കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. അപ്പോൾ 20 കിലോഗ്രാം മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റ് സർഫസ്, ഇത് എർത്തിന്റെ സർഫസിൽ നിന്ന് എത്ര മീറ്റർ പൊക്കി? 2 മീറ്റർ റൈസ് ചെയ്തു. 2 മീറ്റർ റൈസ് ചെയ്തു. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ഇതാണ്. ഡിസ്പ്ലേസ്മെന്റ് ഇതാണെന്ന് പറഞ്ഞു. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ. വർക്ക് ഡൺ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? വർക്ക് ഡൺ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇവിടുത്തെ ഫോഴ്സ് എത്രയാണ്? ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഒബ്ജക്റ്റിന്റെ മാസ് 20 കിലോഗ്രാം ആകുമ്പോൾ ഇതിന്റെ വെയിറ്റ്, താഴോട്ടൊരു വെയിറ്റ് കമ്പോണന്റ് ഉണ്ട്. അതായത് ഭൂമിയോട് വരുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് വെയിറ്റ് കമ്പോണന്റ് താഴോട്ടുണ്ട്. അതായത് mg എന്ന് പറയും. mg മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇതാണ് ഇവിടുത്തെ ഫോഴ്സ്. ഇതാണ് ഇവിടുത്തെ ഫോഴ്സ്. അപ്പൊ ഇയാള് മുകളിലേക്കാണ് ഇയാൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് അല്ലെ, ഇതിനെതിരെ. അപ്പൊ mg എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്താലേ ഇയാൾക്ക് ഇതിനെ ഉയർത്താൻ പറ്റൂ. അപ്പൊ ഇയാൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? mg ആണ്. ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇത്രയും ഹൈറ്റ് ആണ്. അപ്പൊ അതിനെ നമുക്ക് h എന്ന് വിളിക്കാം. അപ്പൊ mg ഇൻറ്റു h ചെയ്താൽ ഉത്തരം കിട്ടും. mg എന്ന് പറയുന്നത് മാസ് 20, ജിയുടെ വാല്യൂ 9.8 ആണ്. പക്ഷെ പ്രോബ്ലത്തിൽ പറയുന്നു ജിയുടെ വാല്യൂ 10 ആയിട്ട് എടുത്ത് ചെയ്തോളാം. സോ ജിയുടെ വാല്യൂ 10 ആയിട്ട് എടുക്കുന്നു. ഇൻറ്റു ഹൈറ്റ് 2. അപ്പൊ 20 ഇൻറ്റു 10 200 ഇൻറ്റു 2. ഇതാണ് ഉത്തരം. 400 ജൂൾസ്. വളരെ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ഒരു ഉത്തരമാണ്. 400 ജൂൾസ്. 400 ജൂൾസ് ആണ് ആൻസർ. മനസ്സിലായോ? എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതുവരെ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച ചാപ്റ്റേഴ്സ് ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യുക. ആ കമൻറ്റ്സ് കാണുമ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അതിൻ്റെ ഉത്തരങ്ങളും അങ്ങനെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് തരാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ്സിൻ്റെ PDF മാക്സിമം നിങ്ങൾക്ക് ഇതിൻ്റെ PDF നിങ്ങൾക്ക് റിട്ടൺ നോട്ട്സ് ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കാൻ നോക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ദ്രോണ എന്ന പേരിൽ റെയിൽവേയുടെ സെപ്പറേറ്റ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ആ ഗ്രൂപ്പിലും നിങ്ങൾക്ക് അവൈലബിൾ ആക്കാൻ ശ്രമിക്കാം ഈ ഒരു PDF-കൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നോക്കാൻ വേണ്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് ഒന്നുകൂടെ പറയട്ടെ. നമ്മൾ ആദ്യം വർക്ക് ഡൺ പഠിച്ചു, എനർജി എന്താണെന്ന് പഠിച്ചു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എനർജി പഠിച്ചു, പവർ പഠിച്ചു. അപ്പോൾ ഇത് ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിൻ്റെ കുറേയും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ബേസിക്സ് ഒക്കെ പഠിക്കുകയാണ്. അപ്പോൾ ഇനി ഓരോ ടോപ്പിക്കുകൾ പഠിക്കണം. നമ്മളിപ്പം വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിച്ചത്. ഫോഴ്സ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കാനുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ലൈറ്റ്, ഞാൻ ടോപ്പിക്കുകളൊക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സൗണ്ട്, ലൈറ്റ്, സൗണ്ട്, ഇലക്ട്രിസിറ്റി, അതുപോലെ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ, ലെൻസസ് ആൻഡ് മിറേഴ്സ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുപോലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ഇതെല്ലാം നമ്മുടെ എക്സാം പോയിന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് മാക്സിമം ഈ ക്ലാസ്സസ്, ഈ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്യുക. മാക്സിമം നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോസ് നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആക്കാൻ പറ്റും. ഫ്രീ ക്ലാസ്സസ് നിങ്ങൾക്ക് റെഗുലറായിട്ട് ഇത്രയധികം. ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾ എവിടെ വേണമെങ്കിലും ചെക്ക് ചെയ്തോളൂ, ഇത്രയും ക്വാളിറ്റിയുള്ള ക്ലാസ്സസ് RRB എക്സാംസിന് വേണ്ടി, അതായത് നമ്മുടെ ചാനലിൽ മാത്സിൻ്റെ ആയാലും റീസണിങ്ങിൻ്റെ ആയാലും GK ആയാലും
സയൻസിൻ്റെ ആയാലും എല്ലാ സബ്ജക്ട്സിൻ്റെയും, ഇംഗ്ലീഷിൻ്റെ ആയാലും എല്ലാ സബ്ജക്ട്സിൻ്റെയും ഇത്രയും ക്വാളിറ്റിയുള്ള SSC റെയിൽവേ എക്സാംസിന് വേണ്ട ക്ലാസ്സസ് നിങ്ങൾക്ക് എങ്ങും കിട്ടില്ല. കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിൽ പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഇത്രയും നല്ല ക്ലാസ്സസ് എവിടെ നിന്നും കിട്ടില്ല എന്നുള്ളത് ഗ്യാരണ്ടിയാണ്. നമ്മുടെ ക്ലാസ്സസ് കണ്ട് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കി തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇത് ക്ലിയർലി ഫോളോ ചെയ്ത് തന്നെ ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്തും നമ്മുടെ പെയ്ഡ് കോഴ്സിലും നമ്മുടെ ഓഫ്ലൈൻ കോഴ്സിലും ഒക്കെ ഒരുപാട് പേര് പഠിച്ച് റിസൾട്ട്സ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡിലൂടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഒന്നുകിൽ നമ്മുടെ ഫ്രീ ക്ലാസ്സസ് കാണുക, അല്ലെങ്കിൽ നമ്മുടെ പെയ്ഡ് കോഴ്സ് വാങ്ങുക, അല്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഓഫ്ലൈൻ സെൻറ്ററിൽ വരിക. ഇതിൽ ഏതെങ്കിലും മെത്തേഡ്സ് ഉപയോഗിച്ച് പഠിക്കുക. കാരണം ഈ ഒരു വർഷം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള വർഷമാണ്. റെയിൽവേ എക്സാംസിനെ സംബന്ധിച്ച് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം നിങ്ങൾക്കറിയാം ALPയുടെ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നു, ടെക്നീഷ്യൻ അടുത്ത് വരാൻ പോകുന്നു, അത് കഴിഞ്ഞിട്ട് NTPC വരാൻ പോകുന്നു, അത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് D വരാൻ പോകുന്നു. ഇനി RRB JEക്ക് പഠിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ എക്സാം വരാൻ പോകുന്നുണ്ട്. പിന്നെ RPFന്റെ പരീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു കൂട്ടം പരീക്ഷകൾ നിങ്ങൾക്ക് ഈ വർഷം വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇന്നത്തെ ക്ലാസ് പോലെ നമ്മുടെ ഈ റെയിൽവേ സീരീസ് ALP ടെക്നീഷ്യൻ്റെ ക്ലാസ് ആണെങ്കിലും ഇതിനകത്ത് വരുന്ന എല്ലാ പരീക്ഷകളുടെ ALPക്ക്, ടെക്നീഷ്യന്, NTPCക്ക്, ഗ്രൂപ്പ് Dക്ക്, RRB JEയുടെ ടയർ 1ന്, RPFന് എല്ലാത്തിനും യൂസ്ഫുൾ ആവുന്ന ക്ലാസ്സാണ്. ക്ലാസ് പ്രോപ്പറായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.